മാഞ്ചസ്റ്റർ ഹെയ്റ്റൺ പാർക്ക് സിനഗോഗിൽ നടന്ന ക്രൂരമായ ആക്രമണത്തിന്റെ ഞെട്ടിൽ മാറും മുൻപേ തീവ്രവാദിയുടെ മുൻ ഭാര്യയുടെ വെളിപ്പെടുത്തലുകൾ ബ്രിട്ടീഷ് സമൂഹത്തിൽ പുതിയ ചർച്ചകൾക്ക് തിരികൊളുത്തിരിക്കുകയാണ്. പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ട തീവ്രവാദി ജിഹാദ് അൽ ഷാമി വെറും 3 ദിവസം മുമ്പ് വരെ മുൻ ഭാര്യ എലിസബത്ത് ഡേവിസുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന വാർത്തയും ഭർത്താവിന്റെ ക്രൂരമായ ചെയ്തികളെ കുറിച്ചുള്ള തുറന്നു പറച്ചിലുകളുമാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഒരു സാധാരണ NHS ജീവനക്കാരിയുടെ ജീവിതം എങ്ങനെയാണ് ഒരു തീവ്രവാദിയുമായി ബന്ധപ്പെട്ടു പോയതെന്ന ചോദ്യം പലരെയും അലട്ടുന്നുണ്ട്. മാഞ്ചസ്റ്റർ സിനഗോഗ് ആക്രമണത്തിന്റെ വാർത്ത കേട്ട ഉടൻ തന്നെ എലിസബത്ത് ഡേവിസ് ടെലിവിഷനിലെ ബ്രേക്കിംഗ് ന്യൂസ് വെച്ചു. സ്ക്രീനിൽ അല്പം അവ്യക്തമായി വന്ന തീവ്രവാദിയുടെ ചിത്രം കണ്ട് അത് തന്റെ മുൻ ഭർത്താവാണ് എന്ന് തിരിച്ചറിയാൻ അവർക്ക് ഒട്ടും കാലതാമസം ഉണ്ടായില്ല. ലോകത്തെ നടുക്കിയ ഒരു ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ താൻ കിടക്ക പങ്കിട്ട വ്യക്തിയായിരുന്നു എന്ന ഞെട്ടിക്കുന്ന തിരിച്ചറിവ് എലിസബത്തിന് മാനസികമായി തകർത്തു. 3 ദിവസം മുമ്പ് ഒരു ഒഴിവുകാല യാത്രയ്ക്ക് പോകുന്നു എന്ന് വിളിച്ചു പറഞ്ഞാണ് അൽ ഷാമി അവരോട് യാത്ര പറഞ്ഞത്. ആ യാത്ര നിരപരാധികളെ കൊന്നൊടുക്കാനുള്ളതായിരുന്നു എന്ന് അവർ അറിഞ്ഞിരുന്നില്ല. കഠിനാധ്വാനിയായ NHS ജീവനക്കാരിയായ എലിസബത്ത് ഡേവിസ് ജിഹാദ് അൽ ഷാമിയെ വിവാഹം കഴിക്കാനുള്ള തീരുമാനം അവരുടെ കുടുംബത്തെയും സുഹൃത്തുക്കളും ഏറെ ആശങ്കപ്പെടുത്തിയിരുന്നു. ഒരു യൂറോപ്യൻ വനിതയും തീവ്ര മതവിശ്വാസക്കാരനായ ഒരു ഇസ്ലാമിക യുവാവും തമ്മിലുള്ള ഈ ബന്ധം അധികകാലം നീണ്ടു നിൽക്കില്ലെന്ന് പലരും ഭയന്നിരുന്നു. അവരുടെ ആശങ്കകൾ ശരിയായിരുന്നു. മാനസികവും ശാരീരികവുമായ ക്ലേശങ്ങൾ നിറഞ്ഞ ആ വിവാഹബന്ധം കേവലം 12 മാസം മാത്രമാണ് നീണ്ടുനിന്നത്. വിവാഹബന്ധം വേർപെടുത്തിയിട്ടും താൻ കിടക്ക പങ്കിട്ട വ്യക്തിയാണ് മതത്തിന്റെ പേരിൽ സിനഗോഗിൽ നിരപരാധികളെ കൊന്നതെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും പോലീസ് എലിസബത്തിനെ തേടിയെത്തിയിരുന്നു. ഒരു ഇസ്ലാമിക് ഡേറ്റിംഗ് ആപ്പ് വഴിയായിരുന്നു ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത എലിസബത്ത് അൽ ഷാമിയെ ആദ്യമായി പരിചയപ്പെടുന്നത്. തന്റെ ജീവിതത്തിലെ ഏകാന്തത മാറ്റാൻ ഒരു നല്ല പങ്കാളിയെ തേടിയെത്തിയ എലിസബത്ത് പുറമെ മാന്യത നടിച്ചിരുന്ന അൽ ഷാമിയുടെ ക്രൂരമായ സ്വഭാവത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. ഡെയിലി മെയിലിന് നൽകിയ ഒരു അഭിമുഖത്തിൽ 5 മക്കളുടെ അമ്മയായ ഈ 46-കാരി വെളിപ്പെടുത്തിയത് അൽ ഷാമിക്ക് അതീവ ലൈംഗിക ആസക്തി ഉണ്ടായിരുന്നുവെന്നും വിവാഹശേഷം തന്നെ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നുവെന്നുമാണ്. മാത്രമല്ല എല്ലാ കാര്യത്തിലും സ്വന്തം ഇഷ്ടം മാത്രം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന കടുത്ത മേധാവിത്വം പുലർത്തുന്ന ഒരു വ്യക്തിയുമായിരുന്നത്രേ അയാൾ. എലിസബത്ത് ഡേവിസ് വെളിപ്പെടുത്തിയ പീഡന കഥകൾ ഏതൊരാളെയും ഞെട്ടിക്കുന്നതാണ്. സ്വന്തം മാതാപിതാക്കളുടെ വീട്ടിൽ വെച്ച് പോലും അൽ ഷാമി തന്നെ ബലാത്സംഗം ചെയ്തിട്ടുണ്ടെന്ന് അവർ പറയുന്നു. ഗർഭിണിയായപ്പോൾ അത് അലസിപ്പിക്കാൻ അയാൾ നിർബന്ധിച്ചു. എന്നാൽ ഗർഭം താനേ അലസിപ്പോയപ്പോൾ അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്നായിരുന്നു അയാളുടെ പ്രതികരണം. ഇത് അദ്ദേഹത്തിന്റെ ഇരട്ട താപ്പിന്റെയും മതപരമായ കാപട്യത്തിന്റെയും ആഴം വെളിപ്പെടുത്തുന്നു. അൽഷാമി മതപരമായ കാര്യങ്ങളിൽ കടുത്ത തീവ്രത പുലർത്തിയിരുന്നു. എലിസബത്തിനെ ബൂർഖ ധരിക്കാൻ അയാൾ നിർബന്ധിച്ചിരുന്നു. കൂടാതെ എലിസബത്തിന്റെ 5 മക്കൾ അമിതമായ പാശ്ചാത്യ സംസ്കാരത്തിന് അടിപ്പെട്ടതായും അതൊന്നും ഇസ്ലാമികമല്ലെന്നും പറഞ്ഞ് അവരെ മാനസികമായി ബുദ്ധിമുട്ടിച്ചു. ഈ സ്വേച്ഛാധിപത്യപരമായ പെരുമാറ്റം എലിസബത്തിന് സഹിക്കാനാവുന്നതിലും അപ്പുറമായിരുന്നു. ആക്രമണം നടക്കുന്നതിന് 5 ദിവസം മുമ്പ് മാത്രമാണ് അയാൾ അവരുടെ വിവാഹമോചന അപേക്ഷയിൽ സമ്മതം അറിയിച്ചത്. ഈ സമ്മതത്തിന് ശേഷമാണ് അയാൾ ഭീകരാക്രമണത്തിന് പദ്ധതി ഇട്ടതെന്നത് സംശയാസ്പദമാണ്. കഴിഞ്ഞ 20 വർഷക്കാലമായി ഒരു നഴ്സിംഗ് അസിസ്റ്റന്റായി കഠിനാധ്വാനം ചെയ്യുന്ന എലിസബത്ത് ഡേവിസ് ജീവിതത്തിൽ വലിയ ദുരന്തങ്ങൾ നേരിട്ട വ്യക്തിയാണ്. തന്റെ 5 മക്കളുടെ പിതാവായ ആദ്യ പങ്കാളി ക്യാൻസർ ബാധിച്ച് മരണമടഞ്ഞു. ഈ ദുരന്തത്തിൽ നിന്നും കരകയറുന്നതിന് മുൻപേ അവരുടെ ജീവിതത്തിലേക്ക് വന്ന നോർത്ത് വെയിൽസ് സ്വദേശിയായ രണ്ടാമത്തെ പങ്കാളിയും അധികം വൈകാതെ അസുഖബാധിതനായി മരണമടഞ്ഞു. 2 പങ്കാളികൾക്കൊപ്പമുള്ള ജീവിതം പരാജയപ്പെട്ടപ്പോൾ അല്പ സ്നേഹവും സ്വാതന്ത്ര്യവും പ്രതീക്ഷിച്ചാണ് താൻ ഡേറ്റിംഗ് ആപ്പ് സന്ദർശിച്ചതെന്ന് എലിസബത്ത് പറയുന്നു. ഈ ഇരട്ട ദുരിതങ്ങളാണ് എലിസബത്തിനെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ദൈവത്തിൽ നിന്നും ഒരു സ്വാതന്ത്ര്യം കണ്ടെത്താൻ ശ്രമിച്ച അവർ ഫാംവർത്തിലെ മോസ്കിലാണ് മതപരിവർത്തനം നടത്തിയത്. ആദ്യം കുടുംബക്കാർ മതമാറ്റത്തെ എതിർത്തെങ്കിലും പിന്നീട് അവരെ അംഗീകരിക്കാൻ തയ്യാറായി. എങ്കിലും 2 പങ്കാളികളുടെ മരണങ്ങൾ തീർത്ത വലിയ വിടവും കുത്തി നോവിക്കുന്ന ഏകാന്തതയും മറ്റൊരു പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ അവരെ നിർബന്ധിതയാക്കി. ഒരു ഇസ്ലാം മതവിശ്വാസി വേണം പങ്കാളിയായി എന്ന ആഗ്രഹമാണ് അവരെ ഇസ്ലാമിക് ഡേറ്റിംഗ് ആപ്പിലേക്ക് നയിച്ചതെന്നും അൽ ഷാമിയുമായി അടുക്കാൻ കാരണമായത്. മുൻ ഭർത്താവ് ഒരു തീവ്രവാദിയായി കൊല്ലപ്പെട്ടതോടെ എലിസബത്ത് ഡേവിസ് സ്വാഭാവികമായും പോലീസിന്റെ നിരീക്ഷണത്തിലായി. ആക്രമണത്തെക്കുറിച്ച് അവർക്ക് എന്തെങ്കിലും അറിവുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഭർത്താവിന്റെ തീവ്രവാദ ബന്ധത്തെക്കുറിച്ച് സൂചനകൾ ലഭിച്ചിരുന്നോ എന്നറിയാൻ പോലീസ് അവരെ വിശദമായി ചോദ്യം ചെയ്തു. എന്നാൽ താൻ ഒരു ഇര മാത്രമാണെന്നും ഭർത്താവിന്റെ ക്രൂരമായ പ്രകൃതത്തെക്കുറിച്ച് മാത്രമാണ് തനിക്ക് അറിയാമായിരുന്നതെന്നും തീവ്രവാദ പ്രവർത്തനങ്ങളെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലായിരുന്നുവെന്നും അവർ പോലീസിനോട് വ്യക്തമാക്കി.
ജിഹാദ് അൽ ഷാമിക്ക് അന്താരാഷ്ട്ര ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടായെന്നത് സംബന്ധിച്ച് ബ്രിട്ടീഷ് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇയാൾ ഒറ്റയ്ക്ക് പ്രവർത്തിച്ചതാണോ അതോ ഒരു സംഘത്തിന്റെ ഭാഗമായിരുന്നോ എന്നും അന്വേഷിക്കുന്നുണ്ട്. തീവ്രവാദത്തിന് ഇയാളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്താണെന്ന് കണ്ടെത്താനും ഇന്റലിജൻസ് ഏജൻസികൾ ശ്രമിക്കുന്നുണ്ട്. അൽഷാമയുടെ തീവ്രവാദ ബന്ധം വെളിപ്പെട്ടതോടെ എലിസബത്ത് ഡേവിസിന്റെയും അവരുടെ 5 മക്കളുടെയും സുരക്ഷയെക്കുറിച്ച് ആശങ്കകൾ ഉയർന്നിട്ടുണ്ട്. പോലീസ് അവർക്ക് പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ എലിസബത്ത് ഡേവിസിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അൽഷാമയുടെ തീവ്രവാദ ബന്ധത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താൻ പോലീസിന് സഹായകരമായേക്കാം. ഈ സംഭവം ഓൺലൈൻ ഡേറ്റിംഗ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട ജാഗ്രതയെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത്. പുറമേ കാണുന്ന വ്യക്തിയല്ല ഉള്ളിലെ യാഥാർത്ഥ്യമെന്ന് ഈ സംഭവം അടിവരയിടുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എലിസബത്ത് ഡേവിസിന് അവരുടെ കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. എലിസബത്ത് ഡേവിസ് അൽഷാമയുടെ ക്രൂരതയുടെ ഇര മാത്രമല്ല, അവന്റെ തീവ്രവാദ ചെയ്തികളുടെ പരോക്ഷ ഇര കൂടിയാണ്.